നമുക്കൊന്ന് വിഷു പർച്ചേസിന് പോയിട്ട് വന്നാലോ. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് നേരെ ലുലുവിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ കയറിയപ്പോൾ തന്നെ കണ്ടത് സെറ്റും മുണ്ടും സാരി ഇതൊക്കെയാണ് ലേഡീസ് സെക്ഷനിൽ. കയറുമ്പോൾ തന്നെ ലേഡീസ് സെക്ഷനാണ്. അപ്പോൾ അതൊക്കെ നോക്കി യുവി ഒരു തരത്തിലും എടുക്കാൻ വിടുന്നുണ്ടായിട്ടില്ല. അപ്പോൾ അവനെ കുറച്ച് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആളതിൻ്റെ ഇടയ്ക്ക് ബോളും ഇതൊക്കെ എടുത്ത് നടക്കും. ചിലപ്പോൾ ലുലു തന്നെ ആവും മറിച്ചിടും. അപ്പോൾ ഞാൻ പറഞ്ഞു നീ സെലക്ട് ചെയ്യും, നീ വെച്ച് നോക്കുന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ പുറകെ നടന്നു. പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ടീച്ചർക്ക് എടുത്തോ ഒന്ന്. അപ്പോൾ ആളങ്ങ് മാറി കേട്ടോ. പിന്നെ ആളങ്ങ് ഒരു തരം സെലക്ഷൻ അങ്ങ് തുടങ്ങിയിട്ട് ഇത് ഈ സാരി എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഇതെൻ്റെ ടീച്ചർക്ക് എന്നും പറഞ്ഞിട്ട്, എൻ്റെ അമല ടീച്ചർക്ക് കൊടുക്കണമെന്നും പറഞ്ഞിട്ട്, ബർത്ത്ഡേ കൊടുക്കണമെന്നും പറഞ്ഞിട്ട് എടുത്ത് നടക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് എനിക്ക് സമാധാനമായി. ആളാ മൈൻഡിലങ്ങ് നിന്നു. അപ്പോൾ ഞാൻ വീണ്ടും സെലക്ഷനൊക്കെ തുടങ്ങി ഏതെടുക്കണം എന്നുള്ള രീതിയിൽ. തലേന്ന് ഇതിനെക്കാട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് നമ്മളെടുത്തില്ല. ഇപ്പോൾ എല്ലാവരും സെലക്ട് ചെയ്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചുരിദാർ സെറ്റും ടോപ്പും കാര്യങ്ങളും പട്ടോടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാണാൻ തന്നെ ഒരു രസമാണല്ലോ. വിഷുവിന് പർച്ചേസ് ചെയ്യാൻ തന്നെ ഒരു രസം തന്നെയല്ലേ ഓണത്തിനും വിഷുവിനൊക്കെ. ഒന്നും എടുത്തില്ലെങ്കിൽ പോയിട്ട് ഇങ്ങനെ കാണാനൊക്കെ നല്ല രസമല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജെൻ സെക്ഷനിൽ പോയപ്പോൾ ഒരു മുണ്ട് കണ്ടോ, ഞാൻ കൈലാസിന് വെച്ച് നോക്കിയിട്ടോ. അത് വലിയ ആൾക്കാരതാണ്. പിന്നെ ആദ്യം ലേഡീസ് സെക്ഷനിൽ പോയി കുറച്ച് ടോപ്പും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ചുറ്റിപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കുറച്ച് സമയം. അപ്പോൾ അവരേതോ വഴിക്കുണ്ട്, ഞാൻ ഏതോ വഴിക്കുണ്ട്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു ഇതൊക്കെ നോക്കാമെന്ന് വെച്ച് അതൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അതിൻ്റെ ഇടയ്ക്ക് കേമിലും പോയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് സെറ്റ് മുണ്ടൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അവിടെയും നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. സാരിയുടെയും സെറ്റ് മുണ്ടിൻ്റെ ഒക്കെ പട്ടോടെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നാട്ടിലായാലും ഇങ്ങനെ ഷോപ്പിങ്ങിന് പോകാമെന്നൊക്കെ നല്ല രസമല്ലേ. വിഷുവിനും ഓണത്തിനൊക്കെ കണിക്കൊന്ന പറിക്കാനും മാങ്ങ പറിക്കാനും ഒക്കെ പോകാൻ നല്ല രസമല്ലേ. പിന്നെ അയലൂരിൻ്റെ താഴെ വന്നപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ ഒരു സെക്ഷൻ തന്നെ അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പായസത്തിൻ്റെയൊക്കെ പായസം, പപ്പടം, നമ്മുടെ ചിപ്സ് ഉണ്ടല്ലോ അത്, പിന്നെ വെള്ളം, അങ്ങനെ പായസം വെക്കേണ്ട ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് ചിപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടം ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചിപ്സൊക്കെ എടുത്തിട്ട് ഞങ്ങളങ്ങ് സ്ഥലം വിട്ടു കേട്ടോ. ഓക്കെ, ബൈ.